ഈ പ്രപഞ്ചത്തിൽ സത്യത്തിൽ ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ്. ആകാശത്തായാലും ഭൂമിയിലായാലും. വഹുവ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ്. ആരാധിക്കപ്പെടാൻ അർഹനായവൻ അവൻ, ആകാശത്തും അവനാണ്, ഭൂമിയിലും അവനാണ്, അഥവാ ഈ പ്രപഞ്ചത്തിൽ. മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ നിയമവും മതവുമാണ് ഈ പ്രപഞ്ചത്തിലെ രണ്ട് ജീവികളല്ലാത്ത, അല്ലെങ്കിൽ രണ്ട് വിഭാഗമല്ലാത്ത മറ്റെല്ലാ ചരാചരങ്ങളുടെയും അനിഷേധ്യമായ മതമാണ്, സർവാംഗീകൃതമായ മതമാണ്. അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്ന രണ്ട് വിഭാഗമേ ഉള്ളൂ. അത് ഒന്ന് മനുഷ്യരും മറ്റൊന്ന് ജിന്നുകളുമാണ്. അവരോട് മാത്രമേ ഈ ആശയം പറയേണ്ടതായിട്ടുള്ളൂ. മറ്റു കടലിലാകട്ടെ, കരയിലാകട്ടെ, ആകാശലോകത്താകട്ടെ ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല. അവരെല്ലാം അത് അംഗീകരിച്ചതാണ്. അത് ഈ പ്രകൃതിയുടെ സത്തയാണ്, ഈ പ്രകൃതിയുടെ തേട്ടമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നൈസർഗികതയാണ്, സ്വാഭാവികതയാണ്. ആ സ്വാഭാവികതയിൽ നിന്നും, സ്വച്ഛമായ പാതയിൽ നിന്നും മാറി ചിന്തിക്കുന്ന രണ്ട് വിഭാഗം മനുഷ്യരും ജിന്നുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് ഇത് പ്രത്യേകം പറയേണ്ടി വന്നു. അവരെ ഉണർത്തി അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ച് നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ഇത് ജിന്നുകളോട് മാത്രമേ പറയേണ്ടി വന്നിട്ടുള്ളൂ, മനുഷ്യരോടും മാത്രം. മറ്റൊരു വാക്കിൽ പരിപൂർണമായ ഇഖ്തിയാറും ഖുദ്റത്തുമുള്ള രണ്ട് വിഭാഗത്തോട് മാത്രം. സ്വതന്ത്രമായി ചിന്തിക്കുവാനും ആലോചിക്കുവാനും അഭിപ്രായങ്ങൾ തിരഞ്ഞെടുക്കുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് നൽകപ്പെട്ട വിശിഷ്ടമായ രണ്ട് വിഭാഗം. ഈ പ്രപഞ്ചത്തിലെ തന്നെ കേന്ദ്രബിന്ദുക്കൾ അവരാണ്. ഈ പ്രപഞ്ചം തന്നെ അലങ്കരിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും അവർക്കു വേണ്ടിയാണ്. അവരോട് മാത്രമാണ് ഇത് പറയേണ്ടി വന്നത്. അപ്പോൾ ആ കാര്യം ആദം നബി അലൈഹിസ്സലാം മുതൽ ഉള്ള എല്ലാ പ്രവാചകന്മാരും അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞു. ആ ആശയത്തിൽ നിന്ന് നിങ്ങൾ തെറ്റരുത്. അതേറ്റവും അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിയാൽ എല്ലാം തെറ്റി. ആ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ വിജയം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, അല്പം വൈകിയാണെങ്കിലും അത് ലഭിക്കും. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ പുറത്ത് പ്രവാചകൻ്റെ റദീഫായി യാത്ര ചെയ്യുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഹുദൈഫ, അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള കടമയും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കടമയും, അഥവാ പ്രധാനമായ കടമയും ബാധ്യതയും എന്താണെന്നറിയുമോ? അദ്ദേഹം പറഞ്ഞു, നബി, എനിക്കറിയില്ല. നബി വിശദീകരിച്ചു.
ഹുദൈഫ, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനോട് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിനോട് അവർക്കുള്ള ഹക്ക്, അവരിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ടുന്ന അവകാശം, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ ഇബാദത്തിൻ്റെ വിഷയത്തിൽ വേറൊരാളുടെ മുമ്പിലും, ഒരു ശക്തിയുടെ മുമ്പിലും, ഒരു വ്യക്തിയുടെ മുമ്പിലും, ഒരു വസ്തുവിൻ്റെ മുമ്പിലും ഇബാദത്ത് സമർപ്പിക്കാതെ അവരെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഒരു അടിമക്ക് ഉടമയോടുള്ള പ്രധാനമായ ബാധ്യത. എന്നാൽ യജമാനനായ അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള ഹക്ക് എന്താണ്? അള്ളാഹുവിൽ നിന്ന് അടിമകൾക്ക് കിട്ടേണ്ടുന്ന ബാധ്യത എന്താണ്? അവകാശമെന്താണ്? ഹക്ക്, അവകാശമെന്താണ്? അത് ആ അള്ളാഹുവിനെ മാത്രം അവർ ആരാധിച്ച് അവനിൽ മറ്റാരെയും പങ്കു ചേർക്കാതെ ജീവിച്ച് മരിച്ചു പോയാൽ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ആ വ്യക്തികളെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനയെ അല്ല, സംഘടനയുടെ ആളുകളെയുമല്ല, ആ വ്യക്തികളെ, ആണായാലും പെണ്ണായാലും എവിടെ ഉള്ളവനായാലും എവിടെ ജീവിച്ചവനായാലും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ മറ്റാരെയും പങ്കു ചേർക്കാതെ മരിച്ചു പോയാൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്നാണ് നമ്മുടെ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഗൗരവം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ വ്യതിരക്തത എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നാണ്. അളവറ്റ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് എണ്ണിയാൽ ഒതുങ്ങാത്ത അവൻ്റെ കാരുണ്യം കൊണ്ട് ജീവിച്ചു വരുന്ന നമ്മൾ ഓരോ നിമിഷാർദ്ധത്തിലും ഏറ്റവും ആധുനികമായ ഒരു യന്ത്രത്തിന് പോലും കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ ആകെ ചെയ്യേണ്ടത് പ്രധാനമായും ബാക്കിയെല്ലാം വിട്ടുവീഴ്ച, ഇളവുണ്ട്, ഉദുറുണ്ട്. ഈ വിഷയത്തിൽ മാത്രമേ ഇളവില്ലാത്തതുള്ളൂ, ഉദുറില്ലാത്തതുള്ളൂ. അതെന്താണ്? അത് അവനെ മാത്രം ആരാധിക്കുക. അതിനെന്താണ് ഇപ്പോൾ പ്രശ്നം? സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ ഒരാൾ, വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. എന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് ഇவ்விധം അനുഗ്രഹിച്ച എൻ്റെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിന് എന്താണ് എനിക്ക് തടസ്സമായിട്ടുള്ളത്? എന്തപ്പോൾ അതിലൊരു നീതികേട് എന്താണ്? അതൊരു അപരാധമായിട്ടെങ്ങനെയാണ് തീരുന്നത്? അതൊരു തെറ്റായിട്ടെങ്ങനെയാണ് തീരുന്നത്? അതൊരു രാജ്യത്ത് പ്രശ്നങ്ങളും സങ്കീർണതകളും സംഘട്ടനങ്ങളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മാറുന്നത്? അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും നീതിയുക്തമായ നിയമമല്ലയോ? അത് സർവ്വയാംഗീകൃതമായി തീരേണ്ടതല്ലയോ? അതിന് വേണ്ടി അപ്രകാരം ചെയ്യാൻ വേണ്ടി പറയുന്ന, പ്രബോധനം ചെയ്യുന്ന ഈ പ്രവാചകന്മാരെ നിങ്ങൾ ഇவ்விധം ഉപദ്രവിക്കേണ്ടതുണ്ടോ? ശല്യം ചെയ്യേണ്ടതുണ്ടോ? ഒറ്റപ്പെടുത്തേണ്ടതുണ്ടോ? ബഹിഷ്കരിക്കേണ്ടതുണ്ടോ? അവസാനം അവനിലേക്കാണല്ലോ നിങ്ങളുടെ എല്ലാം മടക്കം. ഈ ഒരു സൽബുദ്ധി അത് മാത്രമേ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുള്ളൂ.
മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. എനിക്ക് നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി തരണം, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് എനിക്ക് ആഹാരം നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ ഭാഷയിൽ ഒരു നയാ പൈസ. അടക്കേണ്ടതില്ലാത്ത അനുഗ്രഹത്തിൻ്റെ കേദാരം അള്ളാഹുവാണ്. വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമല്ല. നമ്മുടെ ഹൃദയം, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റവയവങ്ങൾ, ആന്തരീയ അവയവങ്ങൾ, ബാഹ്യമായ അവയവങ്ങൾ, അവക്കൊക്കെ നമ്മൾ വില കൊടുക്കുകയാണെങ്കിൽ അത് വിശദീകരിക്കാൻ സാധ്യമല്ല. ഇപ്രകാരമേ പറയാൻ പറ്റൂ. ഇൻ തഉദ്ദൂ നിഅമത്തുല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റേതായി നിങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഗണ്ണങ്ങളെയോ ആഴത്തെയോ ഒരു യന്ത്രം കൊണ്ടും നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്തുക സാധ്യമല്ല. ഒരു മിനിറ്റിൽ സ്വാഭാവികമായി 72 പ്രാവശ്യം നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നു. എനിക്ക് 67 വയസ്സായി. 9 മാസം എൻ്റെ ഉമ്മയുടെ വയറ്റിലും ഏകദേശം 68 കൊല്ലമായി എൻ്റെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസത്തിൽ അനേക ലക്ഷം ലിറ്റർ രക്തം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും തളരുമ്പോഴും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ആന്തരീയാവയവങ്ങളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ ഈ പ്രപഞ്ചത്തോളം വരുന്നൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഏതൊരു തത്വജ്ഞാനി പറഞ്ഞിട്ടുണ്ട്. അത്രയും അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിന് പകരമായി അള്ളാഹു പ്രധാനമായി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവനെ മാത്രം ആരാധിക്കണം, അവന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ വിസമ്മതം കാണിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടിമകളെന്ന് ഏറ്റവും നന്ദി കെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് മോചനമില്ല, രക്ഷയില്ല. ഇന്നഹു തീർച്ചയാണ് മൻ യുശ്രിക് ബില്ലാഹി, അള്ളാഹുവിൻ്റെ പുറമെ ആരെങ്കിലും ആരാധിച്ചു പോയാൽ, ഇബാദത്ത് ചെയ്തു പോയാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹി അൽ ജന്ന, ആ വ്യക്തിക്ക് അല്ലാഹു തആല സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഹറാം. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം, അനശ്വരമായ വിജയം എന്ന് നമ്മളിവിടെ പറഞ്ഞു. ഐഹിക ലോകത്ത് അനശ്വരമായിട്ടൊന്നുമില്ല, എല്ലാം നശ്വരമാണ്. അനശ്വരമായിട്ടുള്ളത് വരാനിരിക്കുന്ന ലോകത്താണ്, വാഗ്ദത്ത ഭൂമിയിലാണ്, പരലോകത്താണ്. അവിടെ അനശ്വരമായി നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗലോകമാണ്. അത് അനശ്വരമായി നഷ്ടപ്പെടുത്തുന്ന അത്യധികം ഭയാനകമായ തെറ്റാണ്, തിന്മയാണ് നമ്മൾ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഇബാദത്തിൽ പങ്കുചേർക്കുക എന്നത്. വളരെ ലളിതം എന്നർത്ഥം. 6-ാം നൂറ്റാണ്ടിലെ കിരാതരായ അറബികൾക്കും വരാനിരിക്കുന്ന നൂറ്റാണ്ടിലെ ഏറ്റവും പരിഷ്കൃതാവായ മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴം കൊണ്ട്, ഹൃദയത്തിൻ്റെ അടിത്തൊട്ടുകൊണ്ട് ഉൾപ്പുളകമായി അംഗീകരിക്കേണ്ടുന്ന വളരെ ലളിതമായ സഹിലായ ഒരാശയം. ദീർഘിപ്പിക്കല്ല, അത്രയും സഹിലാണത്. നരകത്തിൻ്റെ വേദന അനുഭവിച്ച് അതിൻ്റെ അസഹ്യത പ്രകടിപ്പിച്ചുകൊണ്ട് അട്ടഹസിക്കുന്ന ഒരു മനുഷ്യനെപ്പറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർഗം നിഷേധിക്കപ്പെട്ട നരകത്തിൻ്റെ ഭയാനകത, അതിൻ്റെ തീനാളകൾ, അതിൻ്റെ ജ്വാലകൾ അവൻ്റെ ചർമ്മത്തെയും മാംസത്തെയും എല്ലിനെയും അതിനകത്തുള്ള അവൻ്റെ ഹൃദയത്തെയും ചൂഴ്ന്നു നിൽക്കുകയും
ആളിപ്പടരുകയും കത്തി അമർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അട്ടഹസിക്കുകയാണ്, അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശം ആ മനുഷ്യനെ പുറത്തെടുത്തു കൊണ്ടുവരണം. അയാളെ പുറത്തു കൊണ്ടുവരികയാണ്. ഒരാളായിരിക്കില്ല ആ സ്വഭാവമുള്ള ആളുകളെ. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിർത്തി ചോദിക്കുന്നു, കൈഫ തീക്കും, എങ്ങനെയുണ്ട്? ആ മനുഷ്യൻ അപ്പോൾ അട്ടഹസിക്കും. ഭയങ്കരമായ അട്ടഹാസമാണ്, പൊട്ടിക്കരച്ചിലാണ്. നാഥ, സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ദുർബലമായ എൻ്റെ ചർമ്മങ്ങൾക്കോ ശക്തമെന്ന് ഞാൻ കരുതിയ എൻ്റെ പേശികൾക്കോ നിഷേധവും ധിക്കാരവും കൈമുതലാക്കി ജീവിച്ച എൻ്റെ മനസ്സിനോ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറമാണ് തമ്പുരാനെ നിൻ്റെ ശിക്ഷ. അള്ളാഹുവിൻ്റെ മറുപടി, ഞാൻ നിന്നോട് എത്ര ലളിതമായ ഒരു കാര്യമാണ്, എത്ര സഹലായ ഒരു കാര്യമാണ്, എന്തുകൊണ്ടും നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. അൻതഅ്ബുദനി വലാ തുശ്രിക ബി ശൈആ, നീ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നിൽ മറ്റാരെയും പങ്കു ചേർക്കരുത്. ഇതാ ഞാൻ നിന്നോട് പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടു. ഫഅബൈത, അത് നീ നിഷേധിച്ചു, നീ അതിനെതിൽ പ്രവർത്തിച്ചു, നീ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് ഇൻദക അന്തൽ അസീസുൽ കരീം, ഇതുവരെ നീ അനുഭവിച്ചിരുന്ന അസഖ്യമായ ആ ശിക്ഷയിലേക്ക് മടങ്ങിപ്പോയി നീ അത് അനുഭവിച്ചു കൊള്ളുക. നീ വലിയ മാന്യനും പ്രതാപിയുമായിരുന്നു. എൻ്റെ ഏകത്വത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, ഞാൻ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പുഷ്പത്തെപ്പോലെ വളർത്തി, നീ ഉറങ്ങുമ്പോഴും ഞാൻ ഉറങ്ങാതെ, നീ നിന്നെപ്പറ്റി അശ്രദ്ധമായപ്പോഴും അശ്രദ്ധമാകാതെ, നാനാഭാഗത്തു നിന്നും നിനക്ക് കാവലിരുന്നു നിന്നെ സംരക്ഷിച്ച് കൊണ്ടുവന്ന എന്നെ മാത്രം ആരാധിക്കണമെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോയതിൻ്റെ പേരിൽ നീ ധിക്കാരിയായി. അത് പറഞ്ഞപ്പോൾ അത് മാത്രം ഉൾക്കൊള്ളാൻ നിനക്ക് സാധിച്ചില്ല. നീ നിനക്ക് പരിചയമില്ലാത്ത പലരെയുമാണ് അവിടെ പ്രതിഷ്ഠിച്ചത്, നീ നിൻ്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചത്. അവിടെയാണ് നീ നിൻ്റെ ഹൃദയത്തിൻ്റെ വൈകാരികത പ്രകടിപ്പിച്ചത്. നിൻ്റെ കണ്ടമിടറിയതും കണ്ണുനീർ കടങ്ങളണിഞ്ഞതും അവിടെയാണ്. അതുകൊണ്ട് ഇന്ന് നീ ഈ ശിക്ഷ അനുഭവിക്ക്, ആവർത്തിച്ചനുഭവിക്ക്. അനശ്വരമായ പരാജയം, വിജയമല്ല, പിന്നെ മോചനമല്ല, പിന്നെ അവിടെ നിന്ന് മോചനമില്ല. ബാദാമത്തി സമാവാത്തു വല്ലർദു, ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഐ അബദ, അനന്തമായ കാലമാണെന്നാണ്, ശാശ്വതമായ കാലമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുകയാണ്. കാരണം അവിടെ ആകാശം ഭൂമിയൊന്നുമില്ലല്ലോ, അവിടെ കിടക്കണം. എന്തേ ചെയ്തുള്ളൂ? ചെറിയൊരു തെറ്റ്, ഇവൻ്റെ ദൃഷ്ടിയിൽ ചെറിയൊരു തെറ്റ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് അളീമാണ്, ഏറ്റവും വലുതാണ്. എന്തിന്? അതാണ് പ്രശ്നം. എന്തിന്? നിനക്ക് ആവശ്യങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? വിഷമങ്ങളുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ? അതൊക്കെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ആ അവസ്ഥ നിനക്കാരാ നൽകിയത്? നിന്നെപ്പോലെ കോടിക്കണക്കിന് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ആ അവസ്ഥ നൽകിയതാരാണ്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോഴല്ലേ നിനക്ക് രോഗം വന്നത്? 50-ലും 60-ലുമല്ലേ രോഗം വന്നത്? അതുവരെ ആരോഗ്യത്തോടുകൂടി നിന്നെ സംരക്ഷിച്ചതാരാ? ഞാനല്ലേ. അതുകൊണ്ട് നിൻ്റെ ആരോഗ്യത്തിന് ക്ഷതം വന്നാൽ എന്നോട് ചോദിക്ക്. നിൻ്റെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും ആഹ്ലാദവും പ്രദാനം ചെയ്തതാരാ? ഞാനല്ലേ. ഇപ്പം മനസ്സിന് പ്രയാസമാണോ, ക്ലേശമാണോ, മനോവ്യഥയാണോ, സ്വകാര്യ ദുഃഖമാണോ? എന്നോട് പറ.
നിന്നെ സാമ്പത്തികമായി ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്നത്, നിനക്കാവശ്യമായ സന്ദർഭത്തിൽ നൽകി നിന്നെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാനല്ലേ? സാമ്പത്തികമായി നീ തകർച്ചയിലാണോ? എന്നോട് പറ, ഞാനിവിടെയുണ്ടല്ലോ. ഇതേ പറയുന്നുള്ളൂ. ഇതാണ് ആശയം. ഇത് മറ്റാർക്കും ഒന്നും മനസ്സിലാകാത്ത തത്വജ്ഞാനികൾക്ക് മാത്രം അറിയുന്ന, PhD മാത്രം കൈവശമാക്കിയ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരാശയമല്ല. ഏതൊരു മനുഷ്യനും, ഒരക്ഷരം വിദ്യാഭ്യാസമില്ലാത്തവനും ഉമ്മിയായ ആളുകൾക്ക് പോലും അറിയുന്ന, ഉൾക്കൊള്ളാവുന്ന ആശയമാണ്. ഇതല്ലേ പറഞ്ഞത്? അത് അംഗീകരിക്കാതിരുന്നാൽ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമുക്ക് ഇബാദത്ത് ചെയ്യണ റബ്ബുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതെന്താണ്? ഏറ്റവും ഹൃദ്യമായതെന്താണ്? ഏറ്റവും ഹൃദയസ്പർക്കായതെന്താണ്? നമസ്കാരമാണോ? നോമ്പാണോ? സക്കാത്താണോ? ഹജ്ജാണോ? മറ്റു സൽക്കർമ്മങ്ങളാണോ? ആ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റു സൽക്കർമ്മങ്ങളും ഒക്കെ തന്നെ ഇബാദത്തായത് തന്നെ, ആരാധനയായത് തന്നെ, സൽക്കർമ്മമായത് തന്നെ. അതിൻ്റെ പിന്നിൽ നിനക്കൊരാഗ്രഹമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് ഇബാദത്ത്. പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിനതു മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്തിൻ്റെ അർഹൻ അള്ളാഹു മാത്രമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു എന്ന് അർത്ഥം തർജ്ജമ ചെയ്യുന്ന ആളുകളെ, ഇബാദത്ത് നർഹൻ അള്ളാഹു മാത്രമാണെങ്കിൽ, പ്രാർത്ഥന ഇബാദത്താണെങ്കിൽ അതിനർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. പ്രാർത്ഥന ഇബാദത്താണ് എന്ന് മഹാനായ പ്രവാചകനും പറഞ്ഞതായി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥനയേക്കാൾ ഔജ്വല്യമായ, പ്രാർത്ഥനയേക്കാൾ മഹത്തരമായ, പ്രാർത്ഥനയേക്കാൾ വൈകാരികമായ, പ്രാർത്ഥനയേക്കാൾ ആവേശഭരിതമായ മറ്റൊരു ആരാധനയും ഒരാൾക്കും നിർവഹിക്കാനില്ലെന്ന് മാത്രമല്ല, മറ്റെല്ലാ കർമ്മങ്ങളെയും ആരാധനയായി പരിവർത്തിപ്പിക്കുന്നത് പ്രാർത്ഥനയാകുന്ന ചേരുവയില്ലെങ്കിൽ നമസ്കാരം ഇബാദത്തല്ല, നോമ്പ് ഇബാദത്തല്ല, ഹജ്ജ് ഇബാദത്തല്ല, മറ്റൊന്നും ഇബാദത്തല്ല. അതാണ് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞത് അദ്ദുആഉ മുഖുൽ ഇബാദ. അതുമാത്രമല്ല ഇബാദത്തിനതു മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. അത്ര ഹൃദയസ്പർക്കായ, നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാരാധന. ആ ആരാധന പോലും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്കും ശക്തികളിലേക്കും കേന്ദ്രങ്ങളിലേക്കും, നിർജീവമായ കേന്ദ്രങ്ങളിലേക്കും, ശൂന്യമായ ഇടങ്ങളിലേക്കും, വട്ടപൂജ്യമായ കേന്ദ്രങ്ങളിലേക്കും പോവുകയാണ്. സമൂഹം അവിടെയാണ്. ആരോടെന്നില്ല, എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. പക്ഷെ സങ്കടങ്ങളൊക്കെ ഉരുവിടുന്നത് അവിടെയാണ്. റബ്ബ് ഇവിടെ ഉണ്ട്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ, സൂറത്ത് മുഅ്മിനിലും പരസ്യം ചെയ്തതാ. എന്താവശ്യമുണ്ടെങ്കിലും, ഒരു അടിമയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും, എന്താഗ്രഹം ഉണ്ടെങ്കിലും അവൻ്റെ റബ്ബിൻ്റെ വാതിൽ മുട്ടണം, പടച്ചവനോട് പറയണം. അത് തുറക്കും.
തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. അല്ലാഹു തആല അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആനി ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. സൂറത്ത് മുഅ്മിനിലും പരസ്യം ചെയ്തതാ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്ത് അൽ മുഅ്മിനിലും സൂറത്ത് അൽ ബഖറയിലും അല്ലാഹു തആല പറഞ്ഞ അപ്പോൾ ഏറ്റവും കേവലമായ ലളിതമായ സത്യമാണ് എന്നർത്ഥം. ആ ആരാധന അല്ലാഹുവിനോട്, ആ ആരാധനക്ക് പ്രത്യേക ചില വശങ്ങളുണ്ട്. ദുആയാകുന്ന ആരാധനക്ക് ചില സമയത്ത് സ്പോട്ടിൽ തന്നെ ഉത്തരം കിട്ടേണ്ട ദുആ ഉണ്ടാവും. ചില ദുആ കുറച്ച് നീണ്ടുപോയാലും കുഴപ്പമില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സന്താനത്തിന് വേണ്ടി 50 കൊല്ലമാണ് പ്രാർത്ഥിച്ചത്, ദുആ നടത്തിയത്. 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിയത്. അത് നീണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചില പ്രാർത്ഥന അങ്ങനെയല്ല, അത് സ്പോട്ടിൽ കിട്ടണം, അപ്പം കിട്ടണം, അല്ലെങ്കിൽ രക്ഷയുണ്ടാവില്ല. അതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. അപ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും നെറുകയിൽ നിൽക്കുന്ന, പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും വൈകാരികമായ ഇസ്തിഗാസ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സത്യവിശ്വാസിക്ക് സംശയമുണ്ടാകാനേ പാടില്ല. അതേ സമയത്ത് നമ്മുടെ സമൂഹം പറഞ്ഞു നടക്കുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോടുമാകാം. പ്രാർത്ഥന പറയാൻ മടിക്കുന്നവരും ഇസ്തിഗാസ ആകാമെന്ന. ഇസ്തിഗാസയാണ് പ്രാർത്ഥനയേക്കാൾ ആശയസമ്പുഷ്ടമായത്. കാരണം ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ ഉടൻ ഉത്തരം കിട്ടണം. മറ്റൊന്ന് ആലോചിക്കാൻ, ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. മറ്റൊരു മാർഗം സ്വീകരിക്കാൻ, അന്വേഷിക്കാൻ സമയമില്ല. കിട്ടിയേ മതിയാകൂ, അപ്പം കിട്ടണം. അതിനാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔജ്വല്യമുള്ളതാണ്, ഏറ്റവും ഹൃദയസ്പർക്കാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൽ ഇസ്തിഗാസ നടത്തുമ്പോൾ മഹാനായ റസൂലുള്ള വിറച്ചിട്ട് ആ വിറയലിൻ്റെ കാഠിന്യത്താൽ പ്രവാചകൻ്റെ തോളിലുള്ള മുണ്ട് താഴെ വീണിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പം എങ്ങനെ വിറക്കണം? അവിടെ നടത്തിയത് വെറും ദുആ അല്ല, ഇസ്തിഗാസയാണ്. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും ഫസ്തജാബ ലക്കും റബ്ബുക്കും അന്നീ ഉളീഉ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉത്കടമായി വന്ന വിചാരത്തെയും വികാരത്തോടെയും പ്രതീക്ഷയോടും കൂടി ബദറിൻ്റെ രണാങ്കളത്തിൽ നിങ്ങളെന്നോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഞാൻ നിങ്ങളെ അവ്യതം അവിടെ വെച്ച് അപ്പോൾ തന്നെ സഹായിച്ചു. ഇസ്തിഗാസ എന്തുകൊണ്ടും അള്ളാഹുവിനോട്, ദുആയും അള്ളാഹുവിനോട്. 50 കൊല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാവായ നോഹ് നബിയുടെ അരികിലേക്കോ നോഹ് നബിയുടെ മഖബറയിലേക്കോ പോയില്ല. ആ മഖബറ അന്വേഷിച്ചില്ല. രണ്ടാളുടെയും ജനനം ഇറാഖ് എന്ന പ്രദേശത്താണെങ്കിലും നോഹ് നബിയുടെ നബിയുടെ മഖബറ എവിടെയാണ്, നോഹ് നബിയുടെ ദർഗ എവിടെയാണ്? അവിടെ ചെന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം പറയാൻ പറ്റും, അദ്ദേഹത്തെ ഇടയാളനാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മഖബറയിൽ നിന്ന് എണ്ണയോ വെള്ളമോ ഭസ്മമോ സ്വീകരിക്കാം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിന്തിച്ചില്ല. വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. ഞാൻ എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി എൻ്റെ റബ്ബിനോട് മാത്രം
പ്രാർത്ഥിക്കും, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ഞാൻ നിരാശപ്പെടില്ലായിരിക്കാം. 50 കൊല്ലത്തിനിടക്ക് അള്ളാഹു അല്ലാത്ത ഒരു 5 സ്ഥലത്തേക്കെങ്കിലും ഇബ്രാഹിം നബി പോയില്ല. ഒരു 5 സെക്കൻഡെങ്കിലും മറ്റൊരു കേന്ദ്രത്തെപ്പറ്റി ആലോചിച്ചില്ല. ആ ഇബ്രാഹിം നബിക്ക് സന്താനങ്ങളുണ്ടായി. അത് പ്രവാചകന് അള്ളാഹു തആല നൽകിയ അനുഗ്രഹമാണ്. ആ പ്രവാചകന് ശേഷം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനും ഇതേ അവസ്ഥയുണ്ടാവുകയാണ്. പക്ഷേ അദ്ദേഹവും ആ റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ അരികിലേക്കോ അദ്ദേഹത്തിൻ്റെ മക്കാമിലേക്കോ ദർഗയിലേക്കോ പോവുകയല്ല ചെയ്തത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, ഒരു നല്ല സന്താനത്തെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് പ്രാർത്ഥനയാണ്. അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കാൻ വിശ്വാസികളായ ആളുകളെങ്കിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്കുകൊണ്ട് അംഗീകരിക്കുന്ന ആളുകളെങ്കിലും അത് ജീവിതത്തിൽ പുലർത്തണം. അതെന്ത് തെറ്റിപ്പോയാൽ ഒറ്റ വാക്കിൽ അനശ്വരമായ, തീർക്കാൻ കഴിയാത്ത, പരിഹരിക്കാൻ പറ്റാത്ത, മടങ്ങി വരാൻ പറ്റാത്ത, തിരുത്താൻ പറ്റാത്ത അപകടത്തിലാവും. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാം അതിന് പ്രാധാന്യം നൽകിയത്, വേദഗ്രന്ഥങ്ങളെല്ലാം അതിന് പ്രാധാന്യം നൽകിയത്. നമ്മൾ പറയാറുണ്ട് സൂറത്ത് ഇഖ്ലാസ് ഓതിയാൽ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം തൗഹീദിൻ്റെ ആയത്തുകളാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ബൗദ്ധികവുമായ സമർത്ഥനങ്ങളും അതിൻ്റെ പ്രമാണങ്ങളുമാണ്. അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗമെന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ 1/3 ഭാഗമായ 2000-ൽ പരം വരുന്ന ആയത്തുകൾ മാനവരാശിയോട് പറയുന്നത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് മാത്രം പറഞ്ഞ നോമ്പ് അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിക്കുന്ന മുസ്ലിമേ, ഹജ്ജിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് സൂറത്ത് ആലി ഇംറാനിൽ മാത്രം പറഞ്ഞ കാരണത്താൽ അള്ളാഹുവിന് വേണ്ടി മക്കത്ത് പോയി ത്യാഗപൂർണമായ ഹജ്ജ് നിർവഹിക്കുന്ന മുസ്ലിമേ, ഏതാനും സ്ഥലത്ത് മാത്രം പരാമർശിക്കപ്പെട്ട നമസ്കാരം കൃത്യമായി ജീവിതത്തിൽ പുലർത്തുന്ന മുസ്ലിമായ ആണും പെണ്ണുമായ സഹോദരീ സഹോദര, വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗമായ 2000-ലധികം ആയത്തുകളിൽ ആവർത്തിച്ച് ഗൗരവപൂർവ്വം പറഞ്ഞിട്ടുള്ള ഈ തൗഹീദ് അംഗീകരിക്കാൻ എന്തുകൊണ്ട് നിന്റെ മനസ്സ് പാകപ്പെടുന്നില്ല എന്നത് നീ തന്നെ ആലോചിക്കേണ്ടതാണ്. നീ ആരെയാണ് വിളിക്കുന്നത്? വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാഅ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്തു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹ് ചോദിക്കുകയാണ്, വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാഅ, ശരീക്കുകളോട്, ഔലിയാക്കളോട്, അമ്പിയാക്കളോട്, മഹാന്മാരോട്, മഹത്വക്കളോട്, എല്ലാ ജനവിഭാഗങ്ങളിലും മതവിഭാഗങ്ങളിലും പെട്ട അള്ളാഹുവിൻ്റെയും അവരുടെയും ഇടയിൽ അവർ സങ്കല്പിച്ചിട്ടുള്ള സകല ശക്തികൾ, കേന്ദ്രങ്ങൾ, വ്യക്തികൾ, വസ്തുക്കൾ, അവയോടൊക്കെ എന്തടിസ്ഥാനം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്? ഏതാണ് അവരുടെ മാനദണ്ഡം? എന്താണ് അവരുടെ പ്രമാണം? അള്ളാഹ് പറയാണ് അവരുടെ പ്രമാണം യത്തബിഊന ഇല്ലല്ലന്ന, ഊഹം മാത്രം. കേൾക്കുമായിരിക്കും, ഉത്തരം ചെയ്യുമായിരിക്കും, കിട്ടുമായിരിക്കും, നൽകുമായിരിക്കും, സാധിക്കുമായിരിക്കും. ഈ ഊഹം വഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അതിനുവേണ്ടി അവർ സ്വയം കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് പറയുകയാണ്. സകല മാലകഥകളിലും മൗലിദുകളിലും ഹദ്ദാദുകളിലും റാത്തീബുകളിലും കഞ്ചുല്ലർശിലും കപ്പപ്പാട്ടിലും കുപ്പിപ്പാട്ടിലും കുറത്തിപ്പാട്ടിലും എല്ലാം ഈ തരത്തിലുള്ള കള്ളവർത്തമാനങ്ങളാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യുമെന്നതിന് പ്രമാണമായി കൊണ്ടുവരുന്നത്
ഭാവനാത്മകമായ അസത്യപൂർണമായിട്ടുള്ള സംഭവങ്ങളാണ്, കഥകളാണ്, മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ്. പള്ളി ദർസിലെ ഭാഷയിൽ പറഞ്ഞാൽ കറ്റുകെട്ടിയ കളവുകളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പ്രമാണമില്ല. ലഹു ദഅവത്തുൽ ഹഖ്, ഹക്കായ പ്രാർത്ഥനയുടെ അവകാശി അള്ളാഹു മാത്രമാണ്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിൻ്റെ പുറമെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവർ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, മാ നഅ്ബുദുഹും, അവർ പറയാണ് ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, ഇവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ലാതെ. പറയുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാചീന കാലം മുതൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ ആളുകൾ പറഞ്ഞു വന്നിരുന്നൊരു ന്യായമാണ്, ഞങ്ങളവരെ നേരിട്ടല്ല ഇബാദത്ത് ചെയ്യുന്നത്. ഞങ്ങൾ ഈ മഹാന്മാരെയും മഹത്തുക്കളെയും ഇടയാളന്മാരും മധ്യവർത്തികളുമായി സ്വീകരിച്ചിട്ടുള്ളത് റബ്ബിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞങ്ങളെക്കാൾ ജീവിത വിശുദ്ധരായ ഭക്തരായ പരമഭക്തരായ സ്വാലിഹികളായ ഇവർ വാങ്ങിത്തരുന്നതിന് വേണ്ടി റബ്ബിൻ്റെയും ഞങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തികൾ മാത്രമാണ് എന്ന്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ പുറമെ അവർക്കൊരു കടുകുമണിയോളം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെയും വ്യക്തികളെയും പ്രതീകങ്ങളെയും പ്രതിഷ്ഠകളെയും അവരാരാധിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഹൃദയത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, സാഷ്ടാംഗം വരെ ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, വഴിപാടുകൾ അർപ്പിക്കുന്നു, പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവരുടെ ന്യായം എന്താണ്? ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. അതാ ന്യായം. തുടർന്ന് അള്ളാഹ് ചോദിക്കാണ്, എന്നിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ശുഫആക്കളുണ്ടെന്നോ? അത് അള്ളാഹ്ക്കറിയില്ലല്ലോ. അള്ളാഹ്ക്കറിയാത്ത കാര്യം നിങ്ങൾ അള്ളാഹിനെ പഠിപ്പിക്കുകയാണോ? അള്ളാഹുവിനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണോ? മരണപ്പെട്ടു പോയ മഹാന്മാരും മഹത്തുക്കളും വഹീദീൻ ശൈഖ് അടക്കമുള്ള ആളുകൾ ശുഫആക്കളാണ് എന്ന് അള്ളാഹ്ക്കറിയില്ല. അള്ളാഹ് അങ്ങനെ ഒരു ശുഫാഇനെ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ അങ്ങോട്ട് അള്ളാഹ്ക്ക് പഠിപ്പിക്കുകയാണോ എന്ന് വ്യക്തമായി പടച്ചോന് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ആ ന്യായത്തെ ഖുർആൻ അംഗീകരിച്ചോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അജ്മഅ കുല്ലുൽ അംബിയായി അലൈഹിമുസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ട്. ഇബ്നു ഹജർ ഹൈതമി പറയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സുന്നിയായ ശാഫിഈ മദ്ഹബുകാരനായ ഇബ്നു ഹജർ ഹൈതമി പറയാണ്, അജ്മഅ കുല്ലുൽ അംബിയായി അലൈഹിമുസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ട്. ഉമ്മത്തിൻ്റെ ഇജ്മാഇനെ നിഷേധിച്ചാൽ പോലും കാഫിറാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ, സ്വഹാബത്തിൻ്റെ ഇജ്മാഇനെ നിഷേധിച്ചവൻ കാഫിറാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ ഇജ്മാഇനെ നിഷേധിച്ചവനോ? അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല ശിർക്കുൻ അല്ലെങ്കിൽ കുഫ്റുൻ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ആർക്കെങ്കിലും ഇബാദത്ത് ചെയ്താൽ അത് കുഫറാണ് അല്ലെങ്കിൽ അത് ഷിർക്കാണ് എന്ന് പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ട്. ആദൻ നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ എഴുതി രേഖപ്പെടുത്തി ഒപ്പിട്ട് സീൽ ചെയ്ത കാര്യമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്താൽ അത് ഷിർക്കാണ് അല്ലെങ്കിൽ അത് കുഫറാണ്. അടുത്തത്, സവാഉൻ ഇഅ്തഖദ ഫീ ദാലിക്കൽ ഗൈരി കൗനഹു ഇലാഹൻ ലിൽ ആലം അവ ഇഅ്തഖദു ഫീഹി അന്ന ഇബാദത്തുഹു തുഖർരിബുഹും ഇലല്ലാഹ്. അല്ലാഹുവിൻ്റെ പുറമെയുള്ള ഈ മഹാന്മാരായ ആളുകൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. അല്ല, ഇവർക്ക് ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിലും അവർ കാഫിറും മുശ്രിക്കുമാണ് എന്ന് പ്രവാചകന്മാരുടെ ഇജ്മാ ഉണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അത്രയും പ്രാധാന്യമുള്ള
ആ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന്. എങ്കിൽ ആ ഉൾക്കൊണ്ട സത്യം നമ്മുടെ ചുറ്റുപാടിനെ അറിയിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇത് എൻ്റെ നശ്വരമായ ചീട്ടാണ്. എനിക്ക് തന്നിട്ടുള്ളത് അനശ്വരമായ വിജയമാണ്. ഇത് നശ്വരമായ ഇതാണ്. ഇനി 4 മിനിറ്റാണുള്ളത്. അതുകൊണ്ട് ഇത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുക, കുറേ കൂടി അതിൻ്റെ അനുബന്ധങ്ങൾ പറയുക സാധ്യമല്ല. ഞാൻ അവസാനിപ്പിക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. ഈ മൗലിദ് കിതാബിൽ ഒരു വരി പദ്യമുണ്ട്. ഞാൻ അതിൻ്റെ ആശയം ഒന്ന് പറയാം. ഇലൈക്ക യാ റബ്ബി ബൈത്താകുന്നു, ഹാദാ ഇലൈക്ക യാ റബ്ബി ബൈത്താകുന്നു. ആ ബൈത്ത് മാത്രം ഉൾക്കൊണ്ടാൽ ആ മൗലിദ് ഓതുന്ന ആളുകൾക്കും ഓതിപ്പിക്കുന്ന ആളുകൾക്കും ഓതാൻ പോകുന്ന മുസ്ലിയാക്കന്മാർക്കും അതിലൊരു തെളിവുണ്ട്. ഇലൈക്ക യാ റബ്ബി ഖദ് വജ്ജഹ്തു ഹാജാതി വജിതു ബാബക യാ റബ്ബി ബിറഗ്ബാതി അന്തൽ അലീമു ബിമാ യജ്രിൽ ളമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി വഖദിൽ ഹവായിജ ലി റബ്ബി വലസ്തു അറാ സിവാക യാ റബ്ബി ബൻ ഖാദിൽ ലി ഹജാതി. ഇലൈക്ക നിന്നിലേക്ക്, യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, ഖദ് വജ്ജഹ്തു ഹാജാത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിൻ്റെ മുമ്പിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. ഇലൈക്ക യാ റബ്ബി ഖദ് വജ്ജഹ്തു ഹാജാത്തി വജീതു ബാബക യാ റബ്ബി ബിറഗ്ബാതി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലിച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോടെ നിൻ്റെ വാതിൽക്കൽ, നിൻ്റെ കവാടത്തിങ്കലിതാ പാപിയായ സാധുവായ ഞാൻ വന്നു നിൽക്കുന്നു. അന്തൽ അലീമു ബിമാ യജ്രിൽ ളമീറു ബിഹി യാ ആലിമൽ ഗൈബി അല്ലമൽ ഖഫിയാതി. ഹൃദയത്തിൻ്റെ അന്തരാളങ്ങൾ അറിയുന്ന, ഹൃദയത്തിൻ്റെ വികാരങ്ങളുടെ ആഴവും അതിൻ്റെ ആവശ്യവും അറിയുന്ന നാഥ, നീ എല്ലാ ഗോപ്യമായതും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നവനാണ്. ഫഖദിൽ ഹവായിജ ലി റബ്ബി ഫലസ്തു അറാ സിവാക യാ റബ്ബി മൻ ഖാദിൽ ലി ഹജാതി. അതുകൊണ്ട് റബ്ബേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ വീട്ടിത്തരണമേ, നീ നിർവഹിച്ചു തരണമേ. നിന്നെ മാത്രമാണ് ഞാൻ സമീപിക്കുന്നത്, നിൻ്റെ കവാടത്തിൽ മാത്രമാണ് ഞാൻ വരുന്നത്, നിന്നെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? വലസ്തു അറാ, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. സിവാക യാ റബ്ബി മൻ ഖാദിൽ ലി ഹജാതി. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരുന്ന ഒരു ശക്തി നീയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് റബ്ബേ എനിക്കറിയുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളുമായി, എൻ്റെ പൂതി വിചാരങ്ങളുമായി, എൻ്റെ തേട്ടങ്ങളുമായി, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പർക്കായ പ്രാർത്ഥനയുമായി, നൊമ്പരവുമായി നിൻ്റെ കവാടത്തിൽ ഇതാ നിൽക്കുന്നു. ആ ആശയം മാത്രം ജീവിതത്തിൽ പുലർത്തിയാൽ ഷിർക്കില്ലാതെ വരാനിരിക്കുന്ന ലോകത്ത് അനശ്വരമായ വിജയം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. പരലോകത്ത് സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ചർച്ചയുടെ അവസാന ഭാഗം പറയുന്നതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. അവരവിടെ വെച്ച് പറയാണ്, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം, ഈ സ്വർഗലോകത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ്, അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിജയം. ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. അതുകൊണ്ട് ഈ സ്വർഗം നേടാൻ വേണ്ടി, കരസ്ഥമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ. ആ പ്രവർത്തനത്തിൻ്റെ 1-ാം തീയതി വേണ്ടത്, ആ പ്രവർത്തനത്തിൽ ഒന്നാമതായിട്ട് വേണ്ടത് അള്ളാഹുവിലുള്ള കറകളഞ്ഞ വിശ്വാസമാണ്. ശിർക്ക് കലരാത്ത നിഷ്കളങ്കമായ തൗഹീദാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയാത്തതിൽ, സമയമില്ലാത്തതിൽ ഖേദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.